അതൊരു ഗ്രൂപ്പ് ഷോട്ടായിരിക്കും മിക്കതും. ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ, കഥയുടെ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടിയും ഗ്രൂപ്പായിട്ട് വന്നിട്ടുള്ള കുറേ സംഭവങ്ങളാണ് കഥയിലുള്ളത്. അപ്പം മിക്കതിലും 5 4 മിനിമം 4 പേര് ഒക്കെ വെച്ചിട്ടായിരിക്കും ഓരോ ഷോട്ടിലുണ്ടാവുക. അപ്പൊ എനിക്കത് ഇൻട്രസ്റ്റ് ഉള്ളൊരു മേഖലയും കൂടി പാട്ട്. ഇപ്പോൾ എന്താ പറയുക, ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ അതിൽ കൂടെ ഒക്കെ എനിക്ക് ഇഷ്ടമാണ് അതൊക്കെ ചെയ്യാൻ. പിന്നെ അതിലൂടെ നല്ല വരുമാനമുണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ വളരെ ഇൻട്രസ്റ്റോടുകൂടി അതൊക്കെ ചെയ്യുന്നു. അപ്പോൾ മന്ദാകിനി എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് നമ്മുടെ കൂടെ ടോക്കീസിലുള്ളത് അൽത്താഫ് സലീമും അനാർക്കലിയും മരിക്കാറുമാണ്. അപ്പോൾ എന്താണ് മന്ദാകിനി, അല്ലെങ്കിൽ ആരാണ് മന്ദാകിനി? മന്ദാകിനി ആരാന്ന് നമുക്ക് നിലവിൽ ഇപ്പം റിവീൽ ചെയ്യേണ്ടെന്നാണ് പടത്തിൻ്റെ സംവിധായകൻ്റെ ഒരു പറഞ്ഞിരിക്കുന്നത്. മന്ദാകിനി സിനിമ എന്ന് പറയുമ്പോൾ ഒരു കല്യാണം ദിവസം നടക്കുന്ന ഒരു കല്യാണവും അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ദിവസം നടക്കുന്ന ഒരു ചെറിയ ട്വിസ്റ്റും പരിപാടികളൊക്കെ ആയിട്ടുള്ളൊരു ഫണ്ണായിട്ടുള്ളൊരു സിനിമയാണ്. പക്ഷെ ഫാമിലി ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ തന്നെ എല്ലാ ജനറൽ ഓഡിയൻസിന് വേണ്ടിയുള്ളൊരു സിനിമയാണ്. ഇന്ന പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ് ഒന്നുമില്ല, എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പിന്നെ ഈ നമ്മുടെ പോസ്റ്ററിൽ തന്നെ കാണാം, ഒരു കല്യാണ വൈബാണ്, ഒരു കല്യാണ ദിവസത്തെ കഥയാണ്. അപ്പോൾ ഇതിന് മുന്നേ ചെയ്ത പടവും അങ്ങനെ ഒരു പടമാണ്, മണവാട്ടിയാണ്. അതായത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് വേറൊരു കൾച്ചറിലോട്ട് വരികയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അത്? എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ വീണ്ടും ഒരു കല്യാണപ്പടമാണല്ലോ എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്കറിയാമായിരുന്നു ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇൻ്റർവ്യൂസിൽ എന്തായാലും ചോദിക്കുമായിരുന്നു. എക്സ്പീരിയൻസ് ഒക്കെ ഓൾമോസ്റ്റ് എനിക്ക് ഇന്ന് കഴിഞ്ഞ പടം ചെയ്യുമ്പോഴും ഇതുപോലെ കുറേ ആഭരണങ്ങളൊക്കെ ഇട്ട് ഫുൾ ടൈം ഷൂട്ടിൽ അങ്ങനെ ഒരു ബ്രൈഡ് സെറ്റപ്പിൽ ഇങ്ങനെ ഫുൾ ടൈം ഇരുന്ന് അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ബേസിക്കലി അതിൻ്റെ കഥയുടെ ഒരു പോക്ക് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്. കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് മൂഡുള്ള ഒരു സിനിമയാണ് ഇത്. അപ്പോൾ അതായിട്ട് പ്രത്യേകിച്ച് ഒരു ബന്ധവുമില്ല. അതിപ്പോൾ ഒരു മുസ്ലിം ബ്രൈഡിൽ നിന്നൊരു ഹിന്ദു ബ്രൈഡായി എന്നുള്ളൊരു വ്യത്യാസം ഉണ്ട്. പിന്നെ ഇപ്പോൾ ട്രെയിലറൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഭയങ്കര വൈബാണ്, ഒരു കല്യാണ വൈബ് ഫുള്ള് നമുക്ക് അതിനുള്ളിൽ കിട്ടും. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളും ഉണ്ട്. അതിന് പ്രത്യേകിച്ച് ഈ അളിയനുമായിട്ടുള്ള കോമ്പോസൊക്കെ നല്ല രസമുണ്ട്. അതെങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഈ കൗണ്ടറും കാര്യങ്ങളുമായിട്ടൊക്കെ അടിച്ചു നിൽക്കുന്നത്? അളിയനായിട്ട് വിനീത് തട്ടിൽ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റാണ്. അപ്പം പുള്ളിയായിട്ട് ഭയങ്കര സിങ്കായിരുന്നു. പുള്ളിയും സ്പോട്ടിൽ, എനിക്കും സ്പോട്ടിൽ ഇംപ്രവൈസ് ചെയ്യാനും കൗണ്ടർ പറയാനൊക്കെ ഇഷ്ടമുള്ള ആളാണ്. പുള്ളിയും അതേ ലെങ്ത്തിൽ തന്നെ നമുക്ക് തിരിച്ചും തരും അതേ കൗണ്ടർ. അപ്പോൾ അത് ഭയങ്കര ഫണ്ണായിരുന്നു പുള്ളിയുടെ പെർഫോം ചെയ്യാൻ. പിന്നെ ഈ കുറേ മലയാളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഈ വധുവരൻ കഥാപാത്രങ്ങൾ കുറേ ഉണ്ടല്ലോ. അതിൽ ഏതെങ്കിലും റെഫറൻസ് എന്തെങ്കിലും എടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഇന്ന കഥാപാത്രം, ഇന്ന ആള്, അങ്ങനെ എന്തെങ്കിലും റെഫറൻസ് എടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ കഥ കേട്ടപ്പോൾ? ഇല്ല, ഞാൻ ശ്രീനി സാറിൻ്റെ ഭയങ്കര ആരാധകനാണ്. അപ്പോൾ എപ്പോഴും ആ ഒരു എവിടെന്നെങ്കിലൊക്കെ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഷെയ്ഡ് എടുക്കുകയാണെങ്കിൽ ഞാൻ അവിടെ നിന്നൊക്കെയാണ് എടുക്കുള്ളൂ. ദിനേശിനെയൊക്കെ ഏതാ നമ്മുടെ വടക്ക് നോക്കിയന്ത്രം ആ ഒരു ഉള്ള ബേസിക്കലി സെൽഫ് ട്രോൾ പരിപാടിയൊക്കെ തന്നെയാണ് ചെയ്യണത്. അതിൻ്റെയൊക്കെ ശ്രീനി സാറിൻ്റെ ഏതെങ്കിലുമൊക്കെ ഷെയ്ഡ്സ് ഒക്കെ ആയിരിക്കും റെഫർ ചെയ്യാറ്. ഓക്കെ. മാത്രമല്ല ഇങ്ങനെ അധികം പടങ്ങളിലും ഇടയ്ക്കൊരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ അൽത്താഫിനെ സ്ക്രീനിൽ കണ്ടാൽ മതി, അതിന് വേണ്ടിയിട്ട് വിളിക്കുന്ന, കണ്ടാൽ തന്നെ അതൊരു ചിരി പൊട്ടുന്ന ഒരു ആളാണ് അൽത്താഫ്. മാത്രമല്ല ഡയലോഗ് ഡെലിവറി എല്ലാം നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, പെർഫോം ചെയ്യുന്ന ഹ്യൂമർ വേറെ വേറെയാണ്. ഒരു സാധനം തന്നെ ചെയ്താലാണ് ചിലപ്പോൾ വന്നത്. അതിൽ വേരിയേഷൻ സിറ്റുവേഷൻസും ക്യാരക്ടറും പറയുന്ന ഹ്യൂമറും അത് ലാൻഡ് ചെയ്യണതൊക്കെ വേറെ രീതിയിലായിരിക്കും. അപ്പോൾ അത് കുറേ സാച്ചുറേറ്റഡ് ആകുമ്പോഴാണ് പ്രശ്നമുള്ളൂ. ഇപ്പം നിലവിൽ പ്രശ്നമില്ല. അല്ല, അപ്പം ഈ കഥാപാത്രം സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പം അങ്ങനെ നോക്കി ഇല്ല, ഞാൻ ഹ്യൂമർ ചെയ്യാനാണ് എനിക്ക് കംഫർട്ടബിൾ. ഇപ്പോൾ കുറച്ചും കൂടിയും സീരിയസ് ആയിട്ടൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ വേറെ ഷെയ്ഡ്സ് ഒക്കെ ചെയ്തെന്ന് വരാം. ഇപ്പോൾ തൽക്കാലം ഹ്യൂമർ തന്നെയാണ് പോണത്. അനാർക്കലിയുടെ സിനിമാസ് നോക്കിയാലും അധികം അങ്ങനെ ഒരുപാട് സിനിമകൾ അങ്ങനെ ചെയ്യുന്ന ആളല്ല, വളരെ സെലക്റ്റീവായിട്ട് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പം ആനന്ദത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെ വരെ മന്ദാകിനിയിൽ വരെ വന്ന് നിൽക്കുമ്പോൾ അതിൽ ചലഞ്ചിങ് ആയിട്ട് തോന്നുന്ന ക്യാരക്ടേഴ്സ് അതിൽ പെടുന്നതാണോ ഇതിലെ മന്ദാകിനിയിലെ ക്യാരക്ടർ? മന്ദാകിനി ആദ്യം എന്നോട് പറയാൻ വരുമ്പോഴും ഇതിൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസിൽ ചലഞ്ചിങ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ പടത്തിൻ്റെ ഒരു ഇടയ്ക്ക് ഇൻ്റർവെല്ലിനൊക്കെ മുമ്പായിട്ട്
ഈ ക്യാരക്ടറിന് ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. ട്രാൻസ്ഫോർമേഷൻ സ്വഭാവത്തിലൊരു വ്യത്യാസം വരുന്നുണ്ട് ഒരു കാരണം കൊണ്ട്. അപ്പോൾ അത് എനിക്ക് കുറച്ച്, അതിപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റില്ല, അത് എനിക്ക് കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു. അതെങ്ങനെ ഫലിപ്പിച്ചെടുക്കാം, അത് വൃത്തികേടാവാതെ ആൾക്കാർക്ക് ഈ ക്യാരക്ടറിനോട് ഇഷ്ടം തോന്നിക്കൊണ്ട് തന്നെ അത് ചെയ്യണം എന്നുള്ളത് കൊണ്ട് അത് കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഈ സിനിമ ടേക്കപ്പ് ചെയ്യാൻ ഞാൻ തീരുമാനിക്കുന്നതും. കാര്യം കഴിഞ്ഞ പടത്തിന് ശേഷം അങ്ങനെ പടങ്ങളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം എനിക്കങ്ങനെ ഒരു റെലവെൻ്റ് ആയിട്ടൊരു ക്യാരക്ടർ വരണം, എന്നാലേ എനിക്കത് ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതൊരു പ്രഷറായി പോകും. അപ്പം അങ്ങനെ എനിക്ക് വളരെ കൺവിൻസിങ് ആയിട്ട് ഓക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്കൊരു ഒരു അപ്ലിഫ്റ്റ്മെന്റ് ഉണ്ടാവും എന്ന് തോന്നിയത് മന്ദാകിനിയാണ്. പിന്നെ ഈ ഒറ്റ ദിവസം നടക്കുന്ന സംഭവങ്ങളാണ്, അത് ട്രെയിലറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. കല്യാണം, ആദ്യ രാത്രി, മാത്രമല്ല അതിൽ ഒരുപാട് ഡയറക്ടേഴ്സിനെ നമുക്ക് ആ ട്രെയിലറിൽ തന്നെ കാണാം. അജയ് ഏട്ടനുണ്ട്, ജിയോ ബേബി സാറുണ്ട്. അപ്പോൾ ഇവരുമായിട്ടൊക്കെയുള്ള ഒരു കുറേ ഡയറക്ടേഴ്സ് ഉണ്ട്. എൻ്റെ കൂടെ വിനോദേട്ടനുണ്ട്. അപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ്? ഇല്ല, എനിക്ക് ലാൽ ജോസ് സാറിൻ്റെ കൂടെയും അജയ് ചേട്ടൻ്റെ കൂടെയും പിന്നെ ജിയോ ചേട്ടൻ്റെ കൂടെയും മാത്രമാണ് കോമ്പിനേഷൻ ഉണ്ടായിട്ടുള്ളൂ. ബേസിക്കലി അവരെല്ലാവരും ആർട്ടിസ്റ്റായിട്ട് തന്നെ, ആക്ടേഴ്സായിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ അത് കാരണം നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ഡയറക്ഷനെ പറ്റി സംസാരിക്കലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. എല്ലാവരും അവരവരുടെ പെർഫോമൻസ് എന്താ ചെയ്യേണ്ടത് അതിനെ പറ്റിയൊക്കെയുള്ള സംസാരം മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ ആ ലൊക്കേഷൻ, ആ വീടൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, പുറകിൽ മറ്റേ എയർപോർട്ടും ആ ഒരു മതിൽ, എയർപോർട്ടിന്റെ ആ മതിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ഒരു ആംബിയൻസിലാണോ അങ്ങനെ? അതെ അതെ, എയർപോർട്ടിന്റെ പശ്ചാത്തലമാക്കിയിട്ടാണ് കഥ നടക്കുന്നത്. എയർപോർട്ടിന്റെ ആക്ച്വൽ ലൊക്കേഷൻ തന്നെയല്ലേ? സെറ്റല്ല, ഈ വീടും റൺവേയും കൂടെ എന്താ ഷെയർ ചെയ്യുന്നത് ഒരു മതില. അപ്പൊ ഇതിന്റെ ടെറസിൽ പോയി നിന്നാൽ നമുക്ക് ടേക്ക് ഓഫും ലാൻഡിങ് ഒക്കെ കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഭയങ്കര ശബ്ദവും എനിക്കൊന്ന് അത് തന്നെ സിനിമയുടെ ക്യാരക്ടറിൽ അത് എയർപോർട്ടിന്റെ അടുത്തുള്ള ഒരു വീടാണ് എന്നുള്ളത് ഉണ്ട്. അത് ഉടനീളം ഒരു എയർപോർട്ടിന്റെ അടുത്ത് താമസിക്കുന്ന ഒരു വീട്ടുകാരുടെ, അപ്പൊ അവര് ഈ ഇത് വരുമ്പോ ഇവർക്കൊന്നും ഭയങ്കര ശബ്ദമായിരിക്കും, ഒന്നും സംസാരിക്കാൻ പറ്റാതിരിക്കുക. ആ സമയത്ത് നമുക്കൊന്നും ഫോണൊന്നും വിളിക്കാൻ പോലും പറ്റില്ല. അപ്പൊ സമയം നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. ഫോണൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ ഒരു ക്യാരക്ടർ സിനിമയിലുണ്ട്. ഓക്കെ, അപ്പൊ ഇതും ഒരു ക്യാരക്ടറാണ്, ആ വീടും പരിസരവും. അതെ അതെ, വീടും. എനിക്ക് ആദ്യം കഥ പറയാൻ വരുമ്പോഴും എനിക്ക് ആ ലൊക്കേഷൻ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യമാണ്. ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ അത് ഭയങ്കര അതിശയം തോന്നുന്നു. ടെറസിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ആ റൺവേ മൊത്തം കാണാൻ പറ്റുന്ന ഒരു ഭയങ്കര വ്യൂ ആണ്. അപ്പം അത് ഭയങ്കര സിനിമയുടെ ഒരു വലിയൊരു പോയിന്റാണ്. അപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ ഈ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്നു, നിങ്ങൾക്കും ഷൂട്ടൊക്കെ അതുപോലെ? ഇല്ല, നമ്മളത് ചില സീൻസിലൊക്കെ അത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സീനിന്റെ ഇടയിൽ ഫ്ലൈറ്റ് അത് നോക്കിയിട്ട് തന്നെ നമ്മൾ അങ്ങനെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ പിന്നെ മാത്രമല്ല ആ ഒരു നാടും ആ നാട്ടുകാരും ഒക്കെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുമല്ലോ. ട്രെയിലറിൽ കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് പേര് ഒരു ഫ്രെയിമിൽ ഉണ്ടാവും. മീൻസ് അതൊരു ഗ്രൂപ്പ് ഷോട്ടായിരിക്കും മിക്കതും. ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ, കഥയുടെ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടിയും ഗ്രൂപ്പായിട്ട് വന്നിട്ടുള്ള കുറേ സംഭവങ്ങളാണ് കഥയിലുള്ളത്. അപ്പം മിക്കതിലും 5 or 4 മിനിമം 4 പേര് ഒക്കെ വെച്ചിട്ടായിരിക്കും ഓരോ ഷോട്ടിലുണ്ടാവുക. അപ്പം അതെല്ലാവർക്കും പെർഫോം ചെയ്യാനുണ്ടാവും. കുറച്ചുകൂടിയും പ്ലേ രീതിയിലായിരുന്നു കുറച്ചുകൂടി നമ്മൾ പെർഫോം ചെയ്തത്. രസമായിരുന്നു. കൂടുതലും നൈറ്റ് ഷൂട്ട്സ് ആയിരുന്നു അല്ലേ കൂടുതലുണ്ടായിരുന്നത്? അതെ. ഓക്കെ. അപ്പോൾ ഈ തുടക്കത്തിൽ ഈ ക്യാരക്ടറിനെ കുറിച്ച് തന്നൊരു ബ്രീഫ് എന്തായിരുന്നു? കഥയായിരുന്നു പ്രോപ്പറായിട്ട് പറഞ്ഞത്. കഥയും തിരക്കഥയും എനിക്ക് വായിക്കാൻ തന്നു. അപ്പോൾ എനിക്കത് വായിച്ചപ്പോൾ തന്നെ എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നി. പിന്നെ ഹ്യൂമറാണ് ചെയ്യാനുള്ളത്. അത് ഞാൻ ചെയ്ത് കഴിഞ്ഞാലും അലമ്പാവില്ല എന്നുള്ളൊരു വിശ്വാസം തോന്നിയപ്പോഴാണ് ഞാൻ കമ്മിറ്റ് ചെയ്തത്. ആദ്യം തിരക്കഥ വായിക്കുമ്പോൾ തന്നെ ആ ഒരു ഡയറക്ടർ ഹാറ്റ് ഇട്ടിട്ടാണോ വായിക്കാറ്? ഇല്ല, അതങ്ങനെ പറ്റില്ല. അതിൽ അപ്പം അങ്ങനെ വായിക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് സജഷൻസും ഒരുപാട് രീതിയിൽ എല്ലാത്തിലും പറയാൻ ഉണ്ടാകും. പക്ഷെ അത് അയാളുടെ വിഷനാണ്. മീൻസ് ഈ നമ്മളുടെ അടുത്ത് റെസ്പെക്റ്റ് ആ പരിപാടിയാണ്. അപ്പം ഞാൻ എൻ്റെ പെർഫോമൻസിൻ്റെ ഇതും പിന്നെ അല്ല ജനറൽ അവരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള അഭിപ്രായം പറയും, അല്ലാതെ കയറി ഇടപെടുന്നില്ല. ഓക്കെ. പിന്നെ ഈ പോസ്റ്ററിൽ നമ്മുടെ ആ ഒരു പേര് എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൽ കുറേ ഈ ഡെവിൾ ഹോൺസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും കുറച്ച് അങ്ങനെ എന്തെങ്കിലും ബ്രില്യൻസ് ഒക്കെ ഒളിപ്പിച്ചിട്ടുണ്ടോ അതില്? കാണുമ്പോ നോക്കിയോ ഡബിൾ ഹോൺ ഒക്കെ ഉണ്ട് അതില്? ഇല്ല, അത് വെറുതെ അവര് കുനിപ്പിട്ടതാ.
ക്യാരക്ടറുമായിട്ടൊന്നും ഒരു ബന്ധമില്ല അതിൽ. അത് വെറുതെ അവര് ഫോൺ വിളിച്ചാ phone തോന്നുന്നത്. കല്യാണമൊക്കെ അല്ലേ, അപ്പൊ കല്യാണത്തിന്റെ ഒരു ട്രഡീഷണൽ കുനിപ്പൊക്കെ. പിന്നെ ഈ മാരേജ് ആ ഒരു ആംബിയൻസ്, പിന്നെ ഒരു അറേഞ്ച്ഡ് മാരേജ് സെറ്റപ്പ് ആണെന്ന് ആണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ? അതെ അതെ അറിയാം. അപ്പൊ അതിൽ നിന്നൊക്കെ എന്തെങ്കിലും കയ്യിൽ നിന്നിടാനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളിങ്ങനെ ഈ ഒരു സീനൊക്കെ വരുമ്പോഴത്തേനും ഇപ്പം എഴുതി വെച്ചേക്കുന്ന ഒരു സാധനം ഉണ്ടാവുമല്ലോ, അതിൽ നിങ്ങളുടേതായ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടായോ? എഴുതി വെച്ചത് നമ്മൾ അങ്ങനെ തന്നെ പെർഫോം ചെയ്തിട്ടില്ല. ഇല്ല, അതിനുള്ള സ്പേസ് ഒന്ന് പറഞ്ഞു നോക്കി, പിന്നെ നമ്മളുടേതായിട്ടുള്ള ഒരു മീറ്ററിലോട്ട് കൊണ്ടുവന്നിട്ടാണ് അത് പെർഫോം ചെയ്തോണ്ടിരുന്നത്. ഓക്കെ. അപ്പൊ അത് നിങ്ങൾ ഇംപ്രൂവൈസ് ചെയ്യുകയാണോ അതോ? ഇംപ്രൂവൈസ് ചെയ്തിട്ടാണ്. അതെ അതെ. ഓക്കെ. അങ്ങനെ ഇന്നതേ ചെയ്യാവുള്ളൂ എന്നൊന്നും വിനോദേട്ടൻ പറഞ്ഞിട്ടില്ല? ഇല്ല, കാരണം നമ്മൾ അതിൽ എഴുതി വെച്ചാൽ പലതും വേറെ വേറെ ആയിരിക്കും. നമ്മൾ ലൊക്കേഷൻ പോകുമ്പോൾ ആ റൂം ചിലപ്പോൾ കൺജസ്റ്റഡ് ആയിരിക്കും. നമുക്ക് ചിലപ്പോൾ സീനിൽ ട്രാവൽ ചെയ്യണ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഈ ക്യാരക്ടർ ഇവിടുന്ന്, പക്ഷെ അതിനുള്ള സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇരുന്നിട്ടായിരിക്കും ചെയ്യുക. അപ്പം അങ്ങനത്തെ ചേഞ്ചസ് ടെക്നിക്കലിയും അല്ലാതെയും പെർഫോമൻസ് വൈസും നമ്മൾ കുറച്ച് ഇംപ്രൂവൈസ് ചെയ്തിട്ടൊക്കെ ചെയ്തേക്കണം. ഇപ്പോൾ അറേഞ്ച് മാരേജ് ആയതുകൊണ്ട് ഇന്ന ആളുടെ ബാക്ക്ഗ്രൗണ്ട് അതിൽ പറയുന്നുണ്ട്. ഒരു സീനിൽ അളിയൻ പറഞ്ഞിരുന്നുണ്ട്, ഒരു കാരണവശാലും പറയുന്നത് എന്താണ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത്. കഥയിൽ അങ്ങനെ ഉറപ്പായിട്ട് ഈ ഒരു പരിചയമില്ലാത്ത രണ്ടുപേര് തമ്മിൽ കല്യാണം കഴിച്ചിട്ട് അത് സിനിമയുടെ അവസാനമൊക്കെ ആകുമ്പോൾ തോന്നുമ്പോൾ എനിക്ക് ആ ഒരു ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അവര്. എന്ന് വെച്ചാൽ അവര് കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഇവര് തമ്മിൽ ഇഷ്ടമുണ്ട് എന്നുള്ള രീതിയിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് തന്നെ തോന്നുന്നത്. കൂടുതൽ എന്താ പറയാൻ. ഞാൻ നേരത്തെ വിനോദനോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അനാർക്കലിയുടെ ക്യാരക്ടർ കുറച്ച് വലിയൊരു ചേഞ്ച് വരുന്ന ക്യാരക്ടറാണ്, ഭയങ്കര ഒരു ക്യാരക്ടർ ആർക്ക് ഇതിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എങ്ങനെയായിരുന്നു അതിന് പ്രിപ്പയർ ചെയ്തത്? അത് നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതോ ആ ഒരു ഫ്ലോയിൽ അങ്ങ്? അത് എനിക്ക് നേരത്തെ ഇത് എങ്ങനെയായിരിക്കും ഈ കുട്ടിയെ റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് എന്താ പറയുക, ആൾക്കാരെ നേരത്തെ പറഞ്ഞാൽ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഇത് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് കുറച്ച് എന്താ ഇങ്ങനെ റെഫറൻസസ് ഒക്കെ എടുത്ത് എനിക്കത് പറയാൻ പറ്റില്ല. പക്ഷെ ചില വീഡിയോസൊക്കെ അല്ലെങ്കിൽ സിനിമകളൊക്കെ കണ്ട് അങ്ങനെ പ്രിപ്പറേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അറിയാവുന്ന ആൾക്കാർ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നുണ്ടാവുക, അതൊക്കെ കുറച്ച് ഇതൊരു ഷൂട്ട് ചെയ്യുന്നൊരു കുറേ നാൾ മുമ്പ് എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 6 months ഒക്കെ കഴിഞ്ഞിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം എനിക്കിങ്ങനെ കോൺസ്റ്റൻ്റ്ലി അത് ഇങ്ങനെ എങ്ങനെയായിരിക്കും ചെയ്യുക എന്നൊക്കെ ഞാൻ സ്ഥിരമായി ചിന്തിച്ചുകൊണ്ടിരിക്കാറുണ്ടായിരുന്നു. ബിക്കോസ് ഇത് എനിക്ക് വന്നൊരു വേഷമാണ്. അപ്പോൾ അത് സേഫായിട്ട് ലാൻഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നത്. ആ സീൻ ഷൂട്ട് ചെയ്യുന്ന ദിവസവും എനിക്ക് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. ഇതെങ്ങനെ ഹൗ ഇറ്റ് വിൽ ടേൺ ഔട്ട് ടു ബി എന്നുള്ളതൊക്കെ ഭയങ്കര ടെൻഷനുള്ള കാര്യമായിരുന്നു. ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതെ അതെ, ഡിഫറെന്റ് കംപ്ലീറ്റ്ലി എന്ന് പറയാൻ പറ്റില്ല. അമ്പിളി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഓൾമോസ്റ്റ് എൻ്റെ കഴിഞ്ഞ സിനിമകളെ പോലത്തെ ഒരു ക്യാരക്ടറൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ഈ ഒരു പോയിന്റ്, ഈ ഒരു ആളുടെ സ്വഭാവം മാറുന്ന ഒരു പോയിന്റിൽ അവിടെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഒരു ഫുൾ ഓൺ ഹ്യൂമർ ബേസ്ഡ് ആണ്. അപ്പോൾ ആ ഒരു ട്രെയിലറിലെ ആ വൈബ് തന്നെയാണ്. നാട്ടുകാർ സീരിയസ് ആയിട്ട് ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ടത് ടെൻഷൻ അടിക്കേണ്ട ഒരു സിനിമയല്ല. ഫുൾ ചിരിക്കുക, ഫുള്ള് പോയി കണ്ടിരുന്ന് ചിരിച്ചിറങ്ങി. പിന്നെ ഈ ഞണ്ടുകൾക്ക് ശേഷം പിന്നെ വേറെ ഡയറക്ടർ ഒരു അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ ഗ്യാപ്പ് എടുത്തതാണോ അറിഞ്ഞുകൊണ്ട് തന്നെ? ഗ്യാപ്പ് എനിക്ക് സ്ക്രീൻ പ്ലേ പ്രോപ്പറായിട്ട് വന്നില്ലെങ്കിൽ ചെയ്യാൻ പിന്നെ ഞാൻ തന്നെ എഴുതാറുള്ളൂ. അപ്പോൾ പിന്നെ അത് പ്ലസ് അഭിനയം ഓൺ ആൻഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ ഉള്ള കാരണം നമുക്കത് ഒത്തു വന്നം പരിപാടി എല്ലാം കൂടി. അപ്പോൾ അത് കാരണമുള്ള ടൈമാണ്. ഉടനെ ഉണ്ടാവോ അടുത്ത? ഉടനെ ഇമ്മീഡിയറ്റ് ഉണ്ട്. ഇത് തന്നെയാണ് ഫഹദുമായിട്ട്? അതെ അതെ. ഓക്കെ. അപ്പോൾ അനാർക്കലിയുടെ അടുത്ത വരാൻ പോകുന്ന സിനിമകളും അത് ഈ സെലക്ട് ചെയ്യുന്ന രീതിയും ചൂസ് ചെയ്യുന്ന രീതിയും അതെങ്ങനെയാണ്? ഈ ഒരു കഥ കേൾക്കുമ്പോൾ എങ്ങനെയാവും സെലക്ട് ചെയ്യുന്നുണ്ടാവുക? ഇതെനിക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നത്. ഞാൻ എന്താ ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള പരിപാടികൾ എന്നുവെച്ചാൽ എനിക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിലേ ഞാൻ എടുക്കത്തുള്ളൂ. ഭയങ്കര അഭിനയ സാധ്യതയുള്ള സാധനങ്ങൾ ഇങ്ങനെ ഞാനിങ്ങനെ ആലോചിക്കും എനിക്ക് പറ്റുമോ. ബിക്കോസ്
ചെയ്ത് കുളമാക്കി ഒരു ബാഡ് ഇംപ്രഷൻ വരുത്താൻ എനിക്ക് താല്പര്യമില്ല. അപ്പം ഞാനത് ആലോചിച്ച് അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാറുള്ളൂ. പിന്നെ ഇങ്ങനെ കുറേ പടങ്ങൾ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും ഇപ്പം എൻ്റെ പേരൻസൊക്കെ പറയും ഇങ്ങനെ സ്ഥിരമായി ഇവിടെ ഫീൽഡിലുണ്ട് എന്ന്, സജീവമാണ് എന്ന് തോന്നിക്കണമെന്ന്. പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് എപ്പോഴേലും വരുന്ന ഒരു വർഷത്തിലുള്ള ഒരു പടം നന്നായിട്ട് ചെയ്യണം, അത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളൊരു ചിന്തയിലാണ്. അങ്ങനെ എല്ലാം വാരി വലിച്ച് ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അടുത്ത് പടങ്ങളൊന്നുമില്ല. ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. പാട്ടൊക്കെ അതെ അതെ. അപ്പൊ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു മേഖലയും കൂടി പാട്ട്. ഇപ്പോൾ എന്താ പറയുക, ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ അതിൽ കൂടെ ഒക്കെ എനിക്ക് ഇഷ്ടമാണ് അതൊക്കെ ചെയ്യാൻ. പിന്നെ അതിലൂടെ നല്ല വരുമാനമുണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ വളരെ ഇൻട്രസ്റ്റോടുകൂടി അതൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഞാൻ അതിൽ കുറച്ചുകൂടെ ആക്റ്റീവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് സന്തോഷം തരുന്ന പടങ്ങൾ ചൂസ് ചെയ്ത് ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെയാണ്. അപ്പോൾ ഈ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? അൽത്താഫിന് എന്താ പറയാനുള്ളത്? ആരെയും നിരാശപ്പെടുത്തില്ല എന്നുള്ളൊരു ബോധം ഞങ്ങൾക്കുണ്ട്. കുറച്ച് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റർടൈനിങ് ആയിരിക്കും. വേറെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഈ ഒരു മലയാള സിനിമ പീക്കിൽ നിൽക്കുന്ന സമയത്താണ് മന്ദാകിനി വരുന്നത്. അപ്പോൾ അതിലുള്ള പ്രതീക്ഷ എന്തൊക്കെയാണ്? തിയേറ്ററിൽ പ്രേക്ഷകർ വരുന്നുണ്ട് ഒരുപാട്. ഇപ്പോൾ ഈ മലയാള സിനിമ എല്ലാം ഈ ഹ്യൂജ് പ്രൊഡക്ഷൻ കോസ്റ്റൊക്കെ ആയ പടങ്ങളാണ് ഇപ്പോൾ എല്ലാവരും ഇത് ചെയ്യണത്. അപ്പോൾ അതേപോലെ തന്നെ ചെറിയ പടങ്ങളും ആളുകൾ തിയേറ്ററിൽ വന്ന് കണ്ട് അതും ഒരു എന്താണ് നോമാവണം എന്നുള്ളതാണ് ആഗ്രഹം. പിന്നെ ഈ മന്ദാകിനിയിലെ അമ്പിളിക്ക് എന്താ പറയാനുള്ളത്? ഈ പറഞ്ഞ പോലെ വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് ഫൺ പടമാണ്. അപ്പോൾ ഇത് വളരെ ചെറിയ ഭയങ്കര ബിഗ് പ്രൊഡക്ഷനോ പിന്നെ ഭയങ്കര കാശ് മുടക്കി ഉണ്ടാക്കിയ ഒരു സിനിമയിൽ വളരെ ലോ ബഡ്ജറ്റായിട്ട് ഉണ്ടാക്കിയ സിനിമയാണ്. അപ്പം അതിൻ്റെ ഒരു സ്വീറ്റ്നെസ് ഉണ്ട് സിനിമയ്ക്ക്. അതിൻ്റെ ഒരു സിംപ്ലിസിറ്റി സിനിമയ്ക്കുണ്ട്. പറഞ്ഞ പോലെ കഥ നടക്കുന്ന സ്ഥലമൊക്കെ ആണെങ്കിലും വളരെ ഒരു മിഡിൽ ക്ലാസ് പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏതൊരു കല്യാണ ദിവസവും നമുക്കത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നൊരു കല്യാണമൊക്കെ പോലെ തോന്നാവുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പം ഉറപ്പായിട്ടും ഒരു സിനിമ വിജയിക്കാനായിട്ട് ഏറ്റവും വേണ്ടത് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് റിലേറ്റബിൾ ആവാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അത് എന്തായാലും സിനിമയിൽ ഉണ്ടാവും. അപ്പം എല്ലാവരും പോയി കാണുക. അപ്പം കൊടുക്കാനുള്ള ഉപദേശം, മുൻകാല പ്രണയങ്ങൾ പറയരുത്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും മുന്നോട്ടുള്ള യാത്ര. താങ്ക് യു.